സ്പാനിങ് സെറ്റ് ഓഫ് എ നൾ സ്പേസ് അറ്റ് എ മെട്രിക്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിലെ പ്രോബ്ലംസ് ആണ്. ഫൈൻഡ് ദ സ്പാനിങ് സെറ്റ് ഫോർ ദ നൾ സ്പേസ് അറ്റ് ദ മെട്രിക്സ് എ ഈക്വൽ ടു എ എന്ന് പറഞ്ഞൊരു മെട്രിക്സിൻ്റെ നൾ സ്പേസിൻ്റെ സ്പാനിങ് സെറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നൾ സ്പേസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് എക്സ് എന്ന് പറയുന്നത് നൾ സ്പേസിലെ എലമെൻ്റ് ആണെങ്കിൽ എ ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും, 0 കിട്ടും. ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നൾ സ്പേസ് അറ്റ് ദ മെട്രിക്സിൻ്റെ സ്പാനിങ് സെറ്റ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിത് ഒരു മെട്രിക്സ് തന്നിരുന്ന അതിൻ്റെ നൾ സ്പാനിങ് സെറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, നൾ സ്പേസിൻ്റെ സ്പാനിങ് സെറ്റ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചാൽ ആദ്യം അതിൻ്റെ ഓഗ്മെൻറ്റഡ് ഫോം എഴുതണം. എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഓഗ്മെൻറ്റഡ് ഫോം എന്ന് പറഞ്ഞാൽ A0 എന്നാണ്. എന്തുവാണ് A0. അപ്പോൾ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എഴുതുക, അതിൻ്റെ ലാസ്റ്റ് കോളമായിട്ട് 0 ആഡ് ചെയ്യുക. അതാണ് എന്തെന്ന് പറയുന്നത്, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഓഫ് എ മെട്രിക്സ് എ എന്ന് പറയുന്നത്. ഇനി ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റോ എക്യുലോൺ ഫോമിലോട്ട് ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് A0നെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, A0നെ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് A0 എന്ന് പറയുന്ന ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് 1 അല്ല എങ്കിൽ ആദ്യം നമ്മളതിനെ 1 ആക്കുക. അതാണ് ആദ്യത്തെ പ്രൊസീജിയർ. ഓക്കെ, 1 ആക്കിയതിന് ശേഷം 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡയഗണൽ വരയ്ക്കുക. അപ്പോൾ 1ന് താഴെയുള്ള എലമെൻറ്റ്സ് 0 ആക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ സെക്കൻഡ് റോയിൽ രണ്ടാമത്തെ എലമെൻറ്റ് ഏതാണ്, -4. ആ -4ന് താഴെയുള്ള, അപ്പോൾ ഓപ്പറേഷൻസ് കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ -4 ആയിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ജനറലായിട്ട് പറയുവാണെങ്കിൽ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ എക്ലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് എലമെൻറ്റ് 1 ആക്കുക. 1ന് നേരെ ഡയഗണൽ വരച്ചിട്ട് ആ 1ന് താഴെയുള്ള ഈ ഡയഗണലിന് താഴെയുള്ള എലമെൻറ്റ്സ് എല്ലാം നമ്മൾ 0 ആക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ A0യുടെ ആദ്യത്തെ എലമെൻറ്റ് 1 ആയതുകൊണ്ട് നമുക്കത് മാറ്റേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി 1ന് താഴെയുള്ള എലമെൻറ്റ്സ് 2ഉം 3ഉം നമുക്ക് എന്ത് ആക്കണം, 0 ആക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 എന്ന് പറയുന്ന എലമെൻറ്റ് ആ നമ്പർ 0 ആക്കാൻ എന്തോ ചെയ്യും, 2 എന്ന് പറയുന്നത് R2 എന്ന് പറഞ്ഞ റോയിൽ കിടക്കുവാണ്. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് 2നെ മാത്രം ഡയറക്റ്റ് 0 ആക്കാനായിട്ട് പറ്റത്തില്ല. ഒന്നി ആ റോ മൊത്തം നമ്മൾ എന്തോ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യണം. അതാണ് R2ൽ ഉൾപ്പെടുന്ന ഈ 2നെ എങ്ങനെ 0 ആക്കും, R2 - 2R1 ചെയ്താൽ മതി. ഈ R2 ഫുൾ ഏത് ഓപ്പറേഷൻ ചെയ്യണം, R2നെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം, R2 ഫുള്ള് 2R1 R2 - 2R1 ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ഓപ്പറേഷൻ ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ R3 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞ് എങ്ങനെ ആക്കണം, 0 ആക്കണം. 0 ആക്കണമെങ്കിൽ R3 ഫുൾ ആ ഓപ്പറേഷൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ R3 - 3R1 ചെയ്താൽ മതി. അപ്പോഴും നമുക്ക് ഒരു റോയ്ക്കും ഒരു കാര്യം സംഭവിക്കാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഞാൻ ജനറലായിട്ട് ഞാനൊന്ന് പറയാം എങ്ങനെയാണ് അത് വന്നത്. അപ്പോൾ 2നെ ഞാൻ എങ്ങനെ 0 ആക്കി, 2നെ എങ്ങനെ 0 ആക്കും, 2 എന്തായിരുന്നു അവിടുത്തെ ഓപ്പറേഷൻ, 2 R2 എന്ന് പറഞ്ഞാൽ R2 എന്ന് പറഞ്ഞ എലമെൻറ്റ് 2 ആയിരുന്നു. 2 - 2 ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് R1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ, 2ന് കറസ്പോണ്ടിങ് R1 എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ 2 - 2 × 1 എന്ന് പറഞ്ഞാൽ 2 - 2 എന്ന് പറഞ്ഞാൽ 0 കിട്ടൂലേ, അതാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു എലമെൻറ്റിൻ്റെ കാര്യം കൂടെ പറയാം. R2 - 2R1, അപ്പോൾ R2ൽ -4 ആകുമ്പം -4 - 2 ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് -4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള R1 എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ -4 +4. അപ്പോൾ ആൻസർ രണ്ടും കൂടെ കട്ട് ചെയ്ത് കളയുമ്പോൾ 0. നമുക്ക് ഇവിടെ മാത്രം 0 ആക്കിയാൽ മതി, ബാക്കി എന്താണോ അതിൻ്റെ ഓപ്പറേഷൻ അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ R3യും അതേപോലെ നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തോ കിട്ടും, നമുക്കൊരു റോ എക്ലോൺ ഫോമിൽ ഒരു ഓഗ്മെൻറ്റഡ് മെട്രിക്സ് കിട്ടും. ഇനി നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. നമുക്ക് എക്സ് എന്ന് പറയുന്നത് നൾ എയുടെ എലമെൻ്റ് ആണെങ്കിൽ A × X നമുക്ക് എന്തോ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 0 കിട്ടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ A എന്ന് പറഞ്ഞൊരു മെട്രിക്സ്. ഓക്കെ, അത് ഞാൻ ഓരോന്നിനെയും ഞാൻ ഇക്വേഷൻ രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഈ ഒരു റോയിൻ്റെ ഇക്വേഷൻ എന്തോ വരും, 0x1. അപ്പം ഇതെന്ന് പറയുന്നത് x1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ്, ഇത് x2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ഇത് x3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ഇത് x4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ഇത് x5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ഇത് ഈക്വൽ ടു കഴിഞ്ഞ് വരുന്നതാണ് ഈ എലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തേർഡ് റോയിനെ നമുക്ക് എങ്ങനെ ഇക്വേഷൻ രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യാം, ഇങ്ങനെ കൺവേർട്ട് ചെയ്യും, 0x1 + 0x2 + 0x3 + 0x4 + 1 × x5 ഈക്വൽ ടു എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് x5 എന്തോ കിട്ടി, 0 എന്ന് കിട്ടി. അപ്പം ആദ്യത്തെ എലമെൻ്റ് ആയിട്ടുള്ള x5 0 എന്ന് കിട്ടി. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് റോയിനെ ഞാൻ ഇക്വേഷൻ രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തോ കിട്ടും, 0x1 + 0x2 + x3 -x4 -9x4 + 0x5 ഈക്വൽ ടു 0. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, x3 - 9x4 ഈക്വൽ ടു 0. ഓക്കെ,
അപ്പം ഞാനിതിന് മുകളിലത്തെ റോയിൽ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഞാനതിനെ ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ x3 - 9x4 ആണ് 0. അപ്പോൾ x3 = ഞാൻ എന്തെന്ന് കൊടുക്കുന്നു, x4ന് ഞാൻ ഡയറക്റ്റ് എന്ത് കൊടുക്കുന്നു, T1 എന്ന് പറഞ്ഞൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ x4ന് T1 എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് മുകളിലത്തെ റോ അനുസരിച്ച്. മുകളിലത്തെ റോയിൽ x3 നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കുക, അവിടെ 0 ആണ്. സോ ഞാൻ എന്തുവാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്, x4ന് ഞാൻ T1 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ x3 = 9T1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ x3 നമുക്കൊരു പാരാമീറ്റർ ആണെങ്കിൽ നമുക്കൊരു വാല്യൂ കിട്ടി. ഇനി അതേപോലെ തന്നെ ഫസ്റ്റ് റോയിനെ ഞാൻ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം x1 - 2x2 + 4x4 = 0 എന്ന് കിട്ടും. ഓക്കെ, അവിടെ ഞാൻ x2ന് ഞാനൊരു പാരാമീറ്റർ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, T2 എന്ന് പറഞ്ഞൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും, x1 - 2x2 = -4x4. ഓക്കെ, അപ്പോൾ x1 എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി x4ന് T1 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തായിരുന്നു, x2ന് T2 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മാറ്റി എഴുതും. ഓക്കെ, ഞാനിനി സൊല്യൂഷൻ എഴുതാനായിട്ട് പോവുകയാണ്. സൊല്യൂഷൻ എന്ത് വരും ഇവിടെ, സൊല്യൂഷൻ എന്ന് പറഞ്ഞ് അപ്പം x1. ഓക്കെ, ഞാനിവിടെ ഇങ്ങോട്ട് എഴുതാം, x1 = ഞാൻ T1ൻ്റെയും T2ൻ്റെയും കോമ്പിനേഷനായിട്ടാണ് ഇവിടെ x1നെ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ T1 അവിടെ എന്തുവാണ്, ഇവിടെ T1 അവിടെ x1ൻ്റെ പൊസിഷൻ T1 എന്തുവാണ്, -4 അല്ലേ. T2 എന്തുവാണ്, T2 എന്തുവാണ്, 2 അല്ലേ. ഓക്കെ, ശരിയല്ലേ. അതുപോലെ തന്നെ x2ൻ്റെ കാര്യം എടുക്കുമ്പം T1 എന്തുവാണ്, x2 എന്ന് പറയുന്നത് എന്തുമായിരുന്നു നമ്മൾ എടുത്തത്, x2 എന്ന് പറഞ്ഞാൽ T2 ആയിരുന്നു. അപ്പം അവിടെ T1ൻ്റെ x2 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് T2 എന്ന് അങ്ങ് എടുക്കുകയാണ്, അവിടെ T1 ഇല്ല. സോ x2 എന്ന് പറയുന്നത് അവിടെ 0യും T1 എന്ന് പറഞ്ഞാൽ 0യും x2ൻ്റെ T2 എന്ന് പറയുന്നത് 1ഉമാണ്. ഓക്കെ, അപ്പോൾ S3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് T1 എന്തോ വരും, S3 എന്ന് പറഞ്ഞാൽ എന്തുവാണ്, S3 എന്ന് പറഞ്ഞാൽ 9T1 ആണ്. അപ്പോൾ T2 ഇല്ല. അപ്പം T1ൻ്റെ പൊസിഷൻ ഇത് ഞാൻ T1നെയാണ് എഴുതാൻ പോകുന്നത്, ഇത് T2നെയാണ് എഴുതാൻ പോകുന്നത്. അങ്ങനെ ഓരോ x1 x2 x3 കറസ്പോണ്ടിങ് T1 T2 2 കോളം ആയിട്ട് ഞാൻ എഴുതും. അതാണെന്ന് പറയുന്നത് സ്പാനിങ് സെറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ x3ക്ക് T1 ഉള്ള T2 ഇല്ല, അവിടെ 0 കൊടുക്കും. അതുപോലെ തന്നെ x4 എന്ന് പറഞ്ഞാൽ T1 ആണ്. അപ്പോൾ T1 എന്ന് പറഞ്ഞാൽ 1, T2 എന്ന് പറയുന്നത് 0 ആണ്. ഇനി അടുത്തത് x4 എന്ന് പറയുന്നത്, x4 ഞാൻ എന്ത് കൊടുത്തത്, x4 എന്ന് പറഞ്ഞാൽ x4 ആണ് എഴുതി. ഇനി x5 എന്ത് വരും, x5 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ T1 ഇല്ല T2 ഇല്ല. അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. T1ഉം T2ഉം സെപ്പറേറ്റ് ചെയ്ത് സ്പാനിങ് സെറ്റായിട്ട് എഴുതുക. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് സ്പാനിങ് സെറ്റ് ഫോർ ദ നൾ സ്പേസ് ഓഫ് ദ മെട്രിക്സ് എ എന്ന് പറഞ്ഞ്. എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ നൾ സ്പേസിൻ്റെ സ്പാനിങ് സെറ്റ് കണ്ടുപിടിക്കുക. അവിടെ നമ്മൾ a×x = 0 ഇട്ടിട്ട് ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഞാൻ സ്പാനിങ് സെറ്റ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. മറ്റേ പ്രോബ്ലത്തിൽ കണക്ക് തന്നെ, തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ കണക്ക് തന്നെ നമ്മൾ ഫസ്റ്റ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതും എന്ന് പറഞ്ഞ് എയും ലാസ്റ്റ് കോളം 0 ആയിട്ട് ax = 0 എന്ന് പറഞ്ഞ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഞാനത് ചെയ്തത്. ഓക്കെ, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതി. എ എന്ന് പറഞ്ഞ ഇത് ഫസ്റ്റ് തന്നിരിക്കുന്നത് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആണ്. ഇതിൽ ലാസ്റ്റ് 0 എന്ന് പറഞ്ഞ് ax = 0 എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ -3നെ 1 ആക്കണം, എന്നിട്ട് ഡയഗണലിന് താഴെയുള്ള എലമെൻസിനെ എല്ലാം 0 ആക്കണം. ഓക്കെ, അപ്പോൾ -3നെ നമുക്ക് 1 ആക്കാൻ എളുപ്പ വഴിയുണ്ട്. ഈ 2 റോയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. R2ഉം R1ഉം കൂടെ ഇൻ്റർചേഞ്ച് ചെയ്താൽ ഇത് ഫസ്റ്റ് എലമെൻറ്റ് അതാണ്. അപ്പോൾ ഞാനതൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. ഇനി ഡയഗണൽ എലമെൻറ്റ് ഞാൻ ഡയഗണൽ വരയ്ക്കുന്നു. ഇനി 1ന് താഴെയുള്ള -3നെയും 2നെയും ഞാൻ ആദ്യം 0 ആക്കും. അതാണ് ഈ ഓപ്പറേഷൻ എഴുതിയിരിക്കുന്നത്. R2 ഗീവ്സ് R2 + 3 R1 ചെയ്താൽ -3 എന്നുള്ളത് 0 ആവും. ബാക്കി അതിനനുസരിച്ച് മാറും. ഇനി R3 എങ്ങനെ കിട്ടും, R3 - 2 R1 ചെയ്താൽ മതി. എന്തോ കിട്ടും നമുക്ക്, R3യിൽ ഈ 2 എന്ന് പറയുന്നത് 0. അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള എലമെൻറ്റ് മാറും. അപ്പോൾ ആ ഓപ്പറേഷൻ ചെയ്താണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഡയഗണലിൽ താഴെയുള്ളത് ഓൾറെഡി ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഈ ഡയഗണലിൽ താഴെയുള്ള ഈ 3 എലമെൻറ്റുകളും എന്തുമായി, 0 ആയി. അപ്പോൾ ഇനി നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട. ഓക്കെ, 0 ആക്കി കൺവേർട്ട് ചെയ്തു. ഇനി ഞാനിവിടെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ ലാസ്റ്റ് ഈ 2 റോ നോക്കിക്കേ. ഈ 2 റോയിൽ രണ്ടും നമുക്ക് ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്താൽ രണ്ടും ഒരേ ഇക്വേഷൻ വരും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല. സോ ഞാൻ എന്തോ ചെയ്യുന്നു, ഇതിൽ കൂടെ സിംപ്ലിഫൈ ചെയ്യുവാണ്. അപ്പോൾ R3നെ ഞാൻ R3 - 5 R2 ചെയ്യുന്നു. R2നെ ഞാൻ മാറ്റുന്നു, R2നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ സിംപ്ലിഫൈ ആക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം
സിംപ്ലിഫൈ ആക്കിയാലേ നമുക്ക് ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്ത് പാരാമീറ്റേഴ്സ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഞാനതിനെ കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് എഗെയിൻ കിട്ടി. അപ്പോൾ ഇവിടെ റാങ്ക് ഓഫ് ദ മെട്രിക്സ്, റാങ്ക് ഓഫ് ഇത് AO എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. റാങ്ക് എന്ന് പറയുന്നത് നോൺ സീറോ കോളംസിൻ്റെ എണ്ണമാണ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പം AO എന്ന് പറഞ്ഞൊരു മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നോൺ സീറോ റോസ് എത്രയാണ്? 2 അല്ലേ. അതുപോലെ തന്നെ A എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതായിരുന്നു. ഈ A എന്ന് പറഞ്ഞ മെട്രിക്സിലും എത്ര നോൺ സീറോ കോളംസ് റോസ് ഉണ്ട്? 2 തന്നെയാണ്. അപ്പോൾ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് AOയും സെയിം ആണ്. അപ്പോൾ അതും നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പോലെ ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ലാസ്റ്റ് റോ ഒന്നും ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് റോയിൽ ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും ഇല്ലേ? x3 + 2x4 - x5 = 0 എന്ന് കിട്ടും. ഓക്കെ, അതിൽ x5-ന് ഞാൻ T1 കൊടുക്കുന്നു, x4-ന് ഞാൻ T2 എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പോൾ x3 = എന്തായി? -2t2 - T1 ആയി ഇല്ലേ? ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് ചെയ്തത്. റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോഴാണ് അങ്ങനെ വരുന്നത് ഇല്ലേ? അതേപോലെ തന്നെ ഫസ്റ്റ് ഇക്വേഷൻ ആദ്യത്തെ റോയിനെ ഞാൻ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്തതാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. S2-ന് T2 എന്നും x3-ക്ക് -2t2 - 2t1 + 2t1 കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ അത് സോൾവ് ചെയ്യുക. ലീനിയർ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു x1 എന്ന് പറയുന്നത് എന്തോ കിട്ടും? x1 എന്ന് പറയുന്നത് 2t3 + t2 - 3t1 എന്ന് കിട്ടും. x2 എന്ന് പറയുന്നത് T3 എന്ന് കിട്ടും. അതുപോലെ തന്നെ x3 എന്ന് പറയുന്നത് -2t2 + 2t1 എന്ന് കിട്ടും. x4 എന്ന് പറയുന്നത് T2 എന്ന് കിട്ടും. x5 എന്ന് പറയുന്നത് T1 എന്ന് കിട്ടും. ഓക്കെ, അതിന് ഞാൻ സ്പാനിങ് സെറ്റ് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതിയിരിക്കുവാണ്. എങ്ങനെ എഴുതും? T3 എന്ന് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. T3യുടെ എലമെൻറ്റ്സ് ആരൊക്കെയാണ്? -2 ഇവിടെ ഇല്ല, x2-ന് ഇല്ല 0, ഇവിടെയും ഇല്ല 0 ആണ്, x4-നും ഇല്ല 0, x5-നും ഇല്ല 0. അപ്പം എന്താണ് വരുന്നത്? എലമെൻറ്റ് വരുന്നത് T3 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നു. T3 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? ഓക്കെ, അങ്ങനെ ഞാൻ കോമ്പിനേഷനായിട്ട് എഴുതി. ഓക്കെ, അപ്പം ഞാൻ എനിക്ക് എന്തുമായിട്ട് എഴുതാൻ പറ്റി? സ്പാനിങ് സെറ്റായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റി. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ ബേസിസ് ആൻഡ് ഡയമെൻഷൻ. ലെറ്റ് V be a vector space given a set of vector V = v1, v2, etc. vn. We can say that they are linearly independent if alpha1 v1 plus alpha2 v2 plus etc. alpha n vn implies alpha1 equal to alpha2 equal to etc. equal to 0. V എന്ന് പറഞ്ഞൊരു വെക്റ്റർ സ്പേസ് ആണ്. ഗിവൺ എ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് വി എന്ന് പറഞ്ഞ v1 v2 എക്സെട്ര എന്ന് പറഞ്ഞ വെക്റ്റേഴ്സിൻ്റെ സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ v1 v2 v3 എല്ലാം എക്സെട്ര vnകളെല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ alpha1 v1 plus alpha2 v2 plus എക്സെട്ര alpha n vn equal to 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഓരോ ആൽഫകളും എന്തുമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു? 0 എന്ന് പറഞ്ഞിരിക്കുന്നു. ഇഫ് ആൽഫ ഐസ് ആർ നോൺ സീറോസ് വി സേ ദാറ്റ് വെക്റ്റേഴ്സ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ആൽഫ ഐകളൊന്നും 0 അല്ല എങ്കിൽ അതിനെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്നാണ് വിളിക്കുന്നത്. എ സബ്സെറ്റ് ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റുകൾ എന്തുമായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. കൺസിഡർ ദ 2 വെക്റ്റേഴ്സ് v1 = 1 0 v2 = 0 1 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ v1 v2 എങ്ങനെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതും? സം ആൽഫ ഇൻറ്റു v1 പ്ലസ് ആൽഫ ഇൻറ്റു v2 = 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ആൽഫ1ഉം ആൽഫ2ഉം 0 ആണെങ്കിൽ v1ഉം v2ഉം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ആൽഫ ഇൻറ്റു v1 എന്ന് പറഞ്ഞാൽ 1 0 പ്ലസ് ആൽഫ ഇൻറ്റു v2 എന്ന് പറഞ്ഞാൽ 0 1 = 0. ആ ആൽഫ അകത്തോട്ട് കിടക്കുമ്പോൾ ആൽഫ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആൽഫ 1, ആൽഫ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് 0 ഇൻറ്റു ആൽഫ 2 = 0 0 എന്ന് പറഞ്ഞാൽ ആൽഫ 1 ആൽഫ 2 എന്തോ കിട്ടി? 0 എന്ന് കിട്ടി. സോ ടു വെക്റ്റേഴ്സ് v1 v2 എന്തുവാണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സിമിലർലി നമുക്ക് 3 മീൻസ് ഒരു കോളം 3 കോളം വരുന്ന ഒരു കോളം വെക്റ്റർ, ഒരു റോ വെക്റ്റർ നമ്മൾ പ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ n കേസ് വരുന്നതെല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെറ്റുകളാണ്. ഓക്കെ, ഷോ ദാറ്റ് ദ വെക്റ്റേഴ്സ് v1 v2 v3 ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പം ഈ v1ഉം v2 v3 ഒക്കെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ആൽഫ ഇൻറ്റു v1 എന്ന് പറഞ്ഞാൽ 1 0 -1 ആണ്. ആൽഫ ഇൻറ്റു v2 എന്ന് പറഞ്ഞാൽ 1 2 1 ആണ്. പ്ലസ് ആൽഫ 3 ഇൻറ്റു v3 എന്ന് പറഞ്ഞാൽ 0 -3 2 ആണ്. എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ആൽഫ കോൺസ്റ്റൻറ്റ് അകത്തോട്ട് കൊടുക്കുക. അപ്പോൾ ആൽഫ 1 0 മൈനസ് ആൽഫ 1 പ്ലസ് ആൽഫ 2 2 ആൽഫ 2
ആൽഫ 2 പ്ലസ് ആൽഫ 3 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 മൈനസ് 3 ആൽഫ 3 2 ആൽഫ 3 ഈക്വൾ ടു എന്തോ ആവും 0 എന്ന് കിട്ടും. അതിൽ നമ്മൾ ഓരോ പൊസിഷനിൽ ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആൽഫ 1 പ്ലസ് മധ്യത്തെ പ്ലസ് അല്ലേ, പ്ലസ് ആൽഫ 2 പ്ലസ് ആൽഫ 3 ഇവിടെ 0. അപ്പോൾ എന്ത് വരും, അതെന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം, ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ആൽഫ 1 പ്ലസ് ആൽഫ 2 ഈക്വൾ ടു 0 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ കേസിൽ 0 ആൽഫ 1 പ്ലസ് 2 ആൽഫ 2 മൈനസ് 3 ആൽഫ 3 എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. മൂന്നാമത്തെ പൊസിഷൻ നോക്കുമ്പം മൈനസ് ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് 2 ആൽഫ 3 എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്താൽ മതി. ഇക്വേറ്റ് ചെയ്യുമ്പം ആൽഫ 1 പ്ലസ് ആൽഫ 2 0 ആണെങ്കിൽ ആൽഫ 1 ഈക്വൽ ടു മൈനസ് ആൽഫ 2 കിട്ടും. ഇത് ഫസ്റ്റ് ഇക്വേഷൻ അനുസരിച്ച് ഇല്ലേ. അപ്പം 2 ആൽഫ 2 മൈനസ് 3 ആൽഫ 3 0 ആണെങ്കിൽ 2 ആൽഫ 2നെ നമുക്ക് 3 ആൽഫ 3 എന്ന് എഴുതാം ഇല്ലേ. അപ്പം ഇവിടെ ആൽഫ 2 ഈക്വൽ ടു 3 ആൽഫ 3 എന്ന് പറഞ്ഞാൽ ആൽഫ 3നെ നമുക്ക് എന്തോ എഴുതാം, ആൽഫ 3നെ ഈക്വൽ ടു 3 ഇപ്പുറം കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക 2/3 ആൽഫ 2. ഓക്കെ, അപ്പം മൈനസ് ഇനി മൂന്നാമത്തെ ഇക്വേഷൻ മൈനസ് ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് 2 ആൽഫ 3 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടെ ആൽഫ 1 എന്ന് പറയുന്നത് മൈനസ് ആൽഫ 2 എന്ന് കിട്ടി, ആൽഫ 3 എന്ന് പറഞ്ഞാൽ 2/3 ആൽഫ 2 കിട്ടി. അപ്പോൾ അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുക്കുവാണ്. അപ്പം മൈനസ് ആൽഫ 1ന് പകരം മൈനസ് ആൽഫ 1ന് പകരം ഞാൻ മൈനസ് ആൽഫ 2 ഇട്ട് കൊടുക്കുന്നു. ആൽഫ 2ന് പകരം ആൽഫ 2 എന്ന് തന്നെ ഇടുന്നു. -2 ആൽഫ 3ക്ക് പകരം 2 × 2/3 ആൽഫ 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ എല്ലാ ആൽഫ 2 ആവല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും, ആൽഫ 2 നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ ആൽഫ 1ഉം ആൽഫ 2ഉം ആൽഫ 3 എന്തോ കിട്ടി, 0 എന്ന് കിട്ടി. സോ അതെന്തുവാണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എത്ര വെക്ടേഴ്സ് അതനുസരിച്ച് ഇക്വേഷൻ എഴുതുക. അപ്പോൾ ആൽഫ 1 ഇൻറ്റു വെക്ടേഴ്സുകൾ V1 എന്ന് പറഞ്ഞാൽ 1 -1 0 ആണ്. ആൽഫ 2 ഇൻറ്റു V2 എന്ന് പറഞ്ഞാൽ 1 3 -1 ആണ്. പ്ലസ് ആൽഫ 3 ഇൻറ്റു V3 എന്ന് പറഞ്ഞാൽ 5 3 -2 ആണ്. ഇനി ജസ്റ്റ് അകത്തോട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് 5 ആൽഫ 3 ഈക്വൽ ടു 0 മൈനസ് ആൽഫ 1 പ്ലസ് 3 ആൽഫ 2 പ്ലസ് 3 ആൽഫ 3 പ്ലസ് ആൽഫ 2 ആണ്. ആൽഫ 2 ഈക്വൽ ടു 0. പിന്നെ 0 ആൽഫ 1 പ്ലസ് -2 ആൽഫ മൈനസ് ആൽഫ 2 -2 ആൽഫ 3 എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഇക്വേഷൻ കിട്ടുന്നത്, ഇതാണ് നമ്മുടെ ഈ ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് കിട്ടിയ ലീനിയർ ഇക്വേഷൻസ്. ഇനി ഞാൻ ആദ്യത്തെ ഇക്വേഷൻ, ആദ്യത്തെ എന്തുമായിരുന്നത്, ഈ ഇക്വേഷനിൽ ഞാൻ കൺവേർട്ട് മൈനസ് ആൽഫ 2ന് ഈക്വൽ ടു 2 ആൽഫ 3 എന്ന് എഴുതാലോ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൽഫ 2 ഈക്വൽ ടു -2 ആൽഫ 3 എന്ന് എഴുതി. ഇനി നെക്സ്റ്റ് ഇക്വേഷനിൽ നിന്ന് ആൽഫ 1 -2 ആൽഫ 3 പ്ലസ് 5 ആൽഫ 3 ആയിരുന്നു നെക്സ്റ്റ് ഇക്വേഷൻ. അതിന് ആൽഫ 1 നമ്മൾ ഇവിടെ ആൽഫ 3 എന്ന് പറഞ്ഞാൽ ഇവിടെ -2 ആൽഫ 3 എന്തുവാണ്, -2 ആൽഫ 2 അല്ലേ. ഓക്കെ, അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആൽഫ 1 ഈക്വൽ ടു എന്ത് കിട്ടും, -3 ആൽഫ 3 എന്ന് കിട്ടും. നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞത് -3 ആൽഫ 3 -2 ആൽഫ 3 പ്ലസ് 5 ആൽഫ 3 ഈക്വൽ ടു 0 ആണ്. അപ്പം 5 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ -5 ആൽഫ 3 പ്ലസ് 5 ആൽഫ 3 ഈക്വൽ ടു 0. അപ്പോൾ രണ്ടും കൂടെ കട്ട് ചെയ്ത് കളയും ഇല്ലേ, അല്ലെങ്കിൽ 5 ആൽഫ 3 ഈക്വൽ ടു 5 ആൽഫ 3. അപ്പോൾ രണ്ടും കൂടെ കട്ട് ചെയ്യുമ്പോൾ ആൽഫ 3 എന്തെന്ന് കിട്ടും, 1 കിട്ടും. അപ്പോൾ ആൽഫ 1 -3ഉം ആൽഫ 2 -3ഉം ആൽഫ 3 എന്തോ കിട്ടി, 1 കിട്ടി. അപ്പം കോൺസ്റ്റൻറ്റുകൾ എല്ലാം 0 ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത് 0 അല്ല, അപ്പോൾ വാല്യൂ കിട്ടി. സോ എന്തുവാണ്, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ.